അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉഴുന്നുവട റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ഉഴുന്നുവടക്ക് ഹോളൊക്കെ ഇടാൻ പറ്റും. നമ്മളെ ചായൻ്റെ അരിപ്പുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉഴുന്നും അതിലേക്ക് ഒരു പിടി പച്ചരിയും കുറച്ചൊരു കടലപ്പരിപ്പും കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് ഇനി ഇത് മിക്സിയിൽ അരച്ചെടുക്കുക. ഞാൻ ഓരോ പ്രാവശ്യം അരക്കുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മിക്സിയിൽ കറക്കിയെടുക്കാൻ പറ്റും. നല്ല പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടും. ഇനി വടയിലേക്കുള്ള കൂട്ട് ഞാനിത് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ മാവ് കുറച്ച് മതി കേട്ടോ, കൂടുതൽ ക്രിസ്പിനെസ്സാണ് വേണ്ടത്. അതുകൊണ്ട് സവാള കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് എരിവിന് ആവശ്യത്തിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയില്ലേ, ഒരു ടേബിൾ സ്പൂൺ. ആ എരിവ് നല്ല വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. സവാള കുറച്ചായാലും മതി കേട്ടോ, ക്രിസ്പിനെസ് വേണ്ടാത്തവർക്ക്. ഞങ്ങൾക്കിവിടെ നല്ല വട കഴിക്കുമ്പോൾ അതിങ്ങനെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നല്ല എരിവും വേണം, അതുപോലെ ഇങ്ങനെ കടിക്കാനും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സവാള കൂടുതൽ ചേർത്ത്. അല്ലെങ്കിൽ ഒരു ചെറിയ സവാള ഒക്കെ മതി. ഞാനിപ്പോൾ ഇവിടെ 3 സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വട ഉണ്ടാക്കണ അധികവും ഹോളിടുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, ശരിയാവുന്നില്ല. പിന്നെ അധികവും ഇങ്ങനെ പീച്ചിടും, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് വട ഉണ്ടാക്കുക. അതാകുമ്പോൾ ഒന്നും കൂടി കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുക ചെറുതായിട്ടിടുമ്പോൾ. ഞാനിപ്പോൾ ഈ ചായൻ്റെ അരിപ്പയിലാക്കിയിട്ടാക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി. ഈ അരിപ്പൻ്റെ മുകളിലേക്ക് ആദ്യം തന്നെ കുറച്ചൊരു ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിലേക്ക് വിരൽ വെച്ചിട്ട് ഒരു ഹോളാക്കിയിട്ട് കൊടുക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണയിലേക്ക് വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് അങ്ങ് വീണോളും. ഒരു പ്രാവശ്യം എണ്ണ പരട്ടിയാൽ മതി. ഒരു ട്രിപ്പ് പൊരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പരട്ടി കൊടുത്താൽ മതി എണ്ണ. ഇത് കണ്ടില്ലേ, ഇതേപോലെ എണ്ണ പരട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മാവ് വെച്ചെടുക്കുക. എന്നിട്ട് നടുവിൽ കൈകൊണ്ട് ഹോളാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇടുക വേണ്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുണ്ടേ നിൽക്കുക. അപ്പോൾ എല്ലാ സൈഡും ഉള്ളിലൊക്കെ ഒരേപോലെ വെന്തിട്ട് കിട്ടും. നല്ല ബ്രൗൺ കളറായിട്ട് നമുക്കിത് കോരിയെടുക്കാം. അതാ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ടെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റംസായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.